ഹലോ ഫ്രണ്ട്സ്, മമ്മൂട്ടി വീണ്ടും ഒരു നവാഗത സംവിധായകനോടൊപ്പം കൈകോർക്കാൻ പോകുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് നൽകുന്ന കാര്യത്തിൽ മമ്മൂട്ടിയെ വെല്ലാൻ ആരുമില്ലെന്ന് പല സൂപ്പർ താരങ്ങളും പറയുന്ന കാര്യമാണ്. ലാൽ ജോസ് മുതൽ റോബി വർഗീസ് രാജ് വരെ പുതുമുഖ സംവിധായകരുടെ നീണ്ട നിരയാണ് മമ്മൂട്ടിയുടെ കരിയറിലുള്ളത്. ആ കൂട്ടത്തിൽ ഒരാൾ കൂടി വരികയാണ്. ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിന്റെ തിരക്കഥയെഴുതിയ ജിതിൻ കെ ജോസ് ആണ് ആ നിരയിൽ പുതുതായി വരുന്നത്. മലയാള സിനിമയ്ക്ക് ഒരു പുതുമുഖ സംവിധായകൻ കൂടി ലഭിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യലായുള്ള അറിയിപ്പ് ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിക്കുന്നത്. ഈ സിനിമയും മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോൻ ചിത്രത്തിനു ശേഷം മമ്മൂട്ടി ജിതിൻ കെ ജോസിന്റെ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഡിസംബർ മാസത്തിൽ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവാൻ എല്ലാ ചാൻസുകളുമുണ്ട്. മലയാളത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് കൂട്ടുകെട്ടിലൊന്നാണ് അമൽ നീരദ് മമ്മൂട്ടി കൂട്ടുകെട്ട്. അവരുടേതായി വീണ്ടും ഒരു സിനിമ വരികയാണ്. 2025 ചിത്രം ആരംഭിക്കുക. അത് ബിലാൽ ആണോ എന്ന ആകാംക്ഷയിലാണ് മലയാള സിനിമാ പ്രേക്ഷകർ. ഭീഷ്മ എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ ബിഗ് സ്ക്രീനിൽ അത്ഭുതം സംഭവിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ല. ഭീഷ്മ പർവ്വത്തോടൊപ്പം മറ്റ് 2 കഥകൾ കൂടി മമ്മൂട്ടി അമൽ നീരദ് ചർച്ച ചെയ്തിരുന്നു. ചിലപ്പോൾ ആ 2 കഥകളിൽ ഏതെങ്കിലും ഒന്നാവാം അടുത്തതായി സംഭവിക്കാൻ പോകുന്നത്. ആ സമയത്ത് കോവിഡ് പശ്ചാത്തലമായതിനാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ ചെറിയ ചിത്രമായിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. മറ്റ് 2 സിനിമകളും വലിയ കൻവാസിൽ ഒരുക്കേണ്ട ചിത്രമായിരുന്നു എന്ന് അമൽ നീരദ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ചിലപ്പോൾ ആ ചിത്രമായിരിക്കാം അടുത്ത വർഷം ആരംഭിക്കാൻ പോകുന്നത്. എന്നാലും മലയാള സിനിമാ പ്രേക്ഷകരും മമ്മൂട്ടി ആരാധകരും കാത്തിരിക്കുന്നത് ബിലാലിന്റെ വരവിനായാണ്. വർഷങ്ങളായി ചിത്രം പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോലും ആയിട്ടില്ല. എന്താണ് ബിലാലിന് സംഭവിച്ചത്? ബിലാൽ സംഭവിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് അമൽ നീരദ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രത്തിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? കമന്റ് ബോക്സ് രേഖപ്പെടുത്തും.